ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കൊട്ടേഷൻ സംഘത്തിന് രാജുവിന്റെ വീടും കാര്യങ്ങളുമെല്ലാം പറഞ്ഞു കൊടുക്കുന്ന അംബികയാണ്. പിന്നീട് കാണിക്കുന്നത് രുക്മിണി രാജുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി ഒരു പോലീസ് ജീപ്പ് രുക്മിണിയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ്. അതിൽ നിന്നും SI പുറത്തേക്കിറങ്ങി എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായെന്ന് രുക്മിണി പറയുന്നു. തുടർന്ന് ഋതികയെ കാണിച്ചുകൊണ്ട് ഈ കുട്ടിയെ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്ന് രുക്മിണി പറയുന്നു. തുടർന്ന് SI പറയുകയാണ്, അതെ, നിങ്ങളുടെ ഭർത്താവല്ലേ രവി പിള്ള, അയാളെ ഞാൻ ഒരു തവണ ഓപ്പറേഷൻ കുബേര സമയത്ത് ജയിലിൽ വെച്ച് കണ്ടിട്ടുണ്ട്. രുക്മിണിക്ക് ഇപ്പോഴും ബ്ലേഡ് കമ്പനി ഉണ്ടല്ലേ എന്ന് SI ചോദിക്കുമ്പോൾ ഇല്ല മാഡം, അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് രുക്മിണി പറയുന്നു. രുക്മിണി കൊള്ളപ്പലിശയ്ക്ക് പൈസ കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാമെന്ന് SI പറയുമ്പോൾ അതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്ന് രുക്മിണി ഭയത്തോടെ പറയുകയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഞാനിപ്പോൾ വന്നത് മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ടാ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പ്രതാപ് വർമ്മയുടെ PA രാജുവിന് നിങ്ങളൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടില്ലേ? വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ഒരു എഗ്രിമെന്റ് ഉണ്ടെന്നും അത് ഇരുകൂട്ടരും പാലിക്കേണ്ടതാണെന്നും നിങ്ങൾക്കറിയാമോ? അറിയാമെന്ന് രുക്മിണി പറയുമ്പോൾ ഋതികയുടെ കയ്യിൽ നിന്നും എഗ്രിമെന്റ് വാങ്ങിയിട്ട് SI രുക്മിണിയോട് പറയുകയാണ്, ഇതിൽ 11 മാസത്തേക്കാണല്ലോ എഗ്രിമെന്റ് പറയുന്നത്. ഇതിന്റെ കാലാവധി എന്ന് വരെയാണെന്ന് ഞാൻ പറയണം അതോ നിങ്ങൾ പറയുന്നു എന്ന് SI ചോദിക്കുമ്പോൾ ജനുവരി 30 വരെയാണെന്ന് രുക്മിണി പറയുന്നു. ഈ എഗ്രിമെന്റ് പ്രകാരം ഇനിയും 5 മാസം വരെ രാജുവിനും കുടുംബത്തിനും ആ വീട്ടിൽ തന്നെ താമസിക്കാം. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇന്നലെ രാത്രി വീട് ഒഴിപ്പിക്കാനായി ചെന്നത്? കാര്യങ്ങൾ പലതരമുണ്ട്. ബ്ലേഡ് കമ്പനി ഉൾപ്പെടെ എല്ലാത്തിനും കൂടി ഒരു കേസ് ഫയൽ ചെയ്ത് നിങ്ങളെ എടുത്ത് അകത്തിടാൻ എനിക്കറിയാൻ മേലാഞ്ഞിട്ടല്ല. നിങ്ങൾ പരിചയക്കാരല്ലേ, നിങ്ങൾക്ക് ഇനിയും ഒരവസരം തരാമെന്ന് മാത്രമാണ് ഞാനിപ്പോൾ കരുതുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും വേഗം തന്നെ ആ കുടുംബത്തിനോട് പോയി മാപ്പ് പറയണം. മാപ്പ് പറഞ്ഞില്ലെങ്കിലേ ക്രിമിനൽ കേസ് ഉൾപ്പെടെ നിങ്ങളുടെ തലയിൽ കുറെ കേസുകൾ കെട്ടിവെച്ച് നിങ്ങളെടുത്ത് ഞാൻ അങ്ങ് അകത്തിടും. പിന്നെ ഈ 5 മാസത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും അവരവിടെ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ വന്ന് കണ്ടാൽ മതി. അവരെ അവിടെ നിറക്കാൻ ഞാനും നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും. അപ്പോൾ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് രുക്മിണി അവിടുന്ന് പറഞ്ഞു വിടുകയാണ് SI. പിന്നീട് കാണിക്കുന്നത് രാജുവിന്റെ വീടാണ്. സാധനങ്ങളെല്ലാം പെറുക്കി തിണ്ണയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ് ജയനും മറ്റുള്ളവരും. അച്ഛൻ വണ്ടി പറഞ്ഞിട്ടുണ്ടോ എന്ന് ജയൻ ചോദിക്കുമ്പോൾ വണ്ടി പറഞ്ഞിട്ടുണ്ടെന്ന് വേണു പറയുന്നു. അതേസമയം രാജു പുറത്തേക്ക് വരികയാണ്. അല്ല, അളിയന്റെ ബാഗ് എവിടെയെന്ന് ജയൻ ചോദിക്കുമ്പോൾ ദേഷ്യത്തിൽ രാജു ജയനെ നോക്കുന്നു. അപ്പോഴാണ് അംബിക ഏർപ്പാടാക്കിയ 2 ഗുണ്ടകള് വീടിന്റെ പുറത്ത് നിൽക്കുന്നത് ജയൻ കാണുന്നത്. ദേ, രുക്മിണിയുടെ ഗുണ്ടകളാണെന്ന് തോന്നുന്നെന്ന് പറഞ്ഞുകൊണ്ട് ജയൻ രാജുവിന് ഗുണ്ടകളെ കാണിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് രുക്മിണി അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുന്നത്. ദേ, അവൾ ഓടിപ്പാഞ്ഞു വരുന്നുണ്ടെന്ന് കൊച്ചമ്മണി പറയുമ്പോൾ രുക്മിണി അങ്ങോട്ടേക്ക് ചെന്ന് പറയുകയാണ്, ഞാൻ ഇന്നലെ എന്തൊക്കെയോ പറഞ്ഞുപോയി, നിങ്ങളത് കാര്യമായിട്ട് എടുക്കരുത്. നിങ്ങൾ ഇവിടുന്ന് പോകണ്ട. വേണുവേട്ടന്റെ കാല് വേണമെങ്കിൽ ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകരുത്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നു. നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം എടുത്ത് അകത്തേക്ക് വെക്കാനായി പറയുകയാണ് രുക്മിണി. അതേസമയമാണ് ഋതിക അങ്ങോട്ടേക്ക് വരുന്നത്. ഋതികയെ കണ്ടുകൊണ്ട് വേണു മനസ്സിൽ പറയുകയാണ്, ഋതിക മോൾ ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെയൊക്കെ കാലാവധി കഴിഞ്ഞ് പതുക്കെ പോയാൽ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ഋതികയോട് യാത്ര പറഞ്ഞുകൊണ്ട് രുക്മിണി അവിടെ നിന്ന് ഇറങ്ങുന്നു. എടാ, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ ഗുണ്ടകളും അവിടെ നിന്ന് പോകുന്നു. തുടർന്ന് കൊച്ചമ്മണി പറയുകയാണ്, ഈ കൊച്ചു ചെന്ന് അവളെ ഒരു പാഠം പഠിപ്പിച്ചു കാണും, അതല്ലേ അവളിപ്പോൾ അടങ്ങിയത്. മന്ത്രിയുടെ മോളല്ലേ, അതിന്റെ ഗുണം കാണിക്കാതെ ഇരിക്കുമോ എന്ന് ജയനും ചോദിക്കുന്നു. തുടർന്ന് രാജു പറയുകയാണ്, ഇവിടെ എന്ത് പ്രശ്നമുണ്ടായി എല്ലാവരും അത് ഋതിക മേഡത്തിന്റെ തലയിലേക്കാണ് ഇട്ടുകൊടുക്കാറ്. ഒരാളെ കുറ്റം പറയുന്നതിനും നാണം കെടുത്തുന്നതിനുമൊക്കെ ഒരു അതിര് വേണം. അവളെ പറഞ്ഞത് നിനക്ക് പൊള്ളിയെങ്കിലേ നീ അവളെ വിളിച്ചുകൊണ്ട് അച്ചി വീട്ടിൽ പോയി താമസിച്ചോളാൻ രാധമ്മ ദേഷ്യത്തോടെ പറയുന്നു. തുടർന്ന് രാജു ഋതികയെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. മേഡം, നമുക്കിപ്പോൾ കഷ്ടകാലമാണെന്ന് കരുതിയാൽ മതി. അതാണ് ഇത്തരം മോശമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് രാജു പറയുമ്പോൾ അതൊന്നും സാരമില്ല രാജു എന്ന് ഋതിക പറയുന്നു. അല്ല, കണ്ണടച്ച് തുറക്കുന്ന നേരം കൊണ്ട് മേഡം ഇതെങ്ങനെയാ സോൾവ് ചെയ്തത്? അതൊക്കെ മാജിക് ആണെന്ന് ഋതിക പറയുമ്പോൾ ചിലരെയൊക്കെ ഒതുക്കാനായിട്ട് ഇനിയും മാജിക് ഇറക്കേണ്ടി വരുമെന്ന് രാജുവും പറയുന്നു. നമ്മുടെ ഭാവി കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് രാജു പറയുമ്പോൾ എന്താ അതെന്ന് ഋതിക ചോദിക്കുന്നു. മേഡത്തിന്റെ അമ്മയുടെ കാര്യം മേഡത്തിനോട് ഇപ്പൊ പറയണോ എന്ന് രാജു മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഋതികയോട് പറയുകയാണ്, മേഡം, എന്റെയും മേഡത്തിന്റെയും വിവാഹം നടക്കാനായി മറ്റൊരാൾ കൂടി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതാരാണെന്ന് ഋതിക ചോദിക്കുമ്പോൾ ദൈവമാണെന്നും എന്താണെങ്കിലും മേഡത്തിന്റെ അമ്മയെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുകയും പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാക്കുകയും ചെയ്യുമെന്നും രാജു പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കൊച്ചമണി മുറിയുടെ പുറത്ത് നിൽക്കുന്നത് കാണുന്നത്. എല്ലാം കൂടി ഒളിച്ചു നിന്ന് കേൾക്കുകയായിരുന്നു അല്ലേ എന്ന് രാജു ചോദിക്കുന്നു. തുടർന്ന് ഋതിക അവിടെ നിന്ന് പോകുമ്പോൾ രാജു കൊച്ചമ്മയോട് പറയുകയാണ്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് എന്റെ ഭാര്യയുടെ മെക്കിട്ടെങ്ങാനും കയറാൻ വന്നാലുണ്ടല്ലോ, നിങ്ങൾ ഇവിടുന്ന് പറപ്പിക്കും. അത്രയും പറഞ്ഞുകൊണ്ട് രാജു അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്ന അംബികയാണ്. തുടർന്ന് അംബിക രുക്മിണിയെ വിളിക്കുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം രുക്മിണി അംബികയോട് പറയുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും, SP പറഞ്ഞാൽ പിന്നെ എനിക്ക് കേൾക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ. തുടർന്ന് ദേഷ്യത്തോടെ നിൽക്കുന്ന അംബികയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയാണ്. രാജു വർമ്മയുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ അംബിക മനസ്സിൽ പറയുകയാണ്, ഇന്നിവനെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാജു ഒന്ന് നിന്നേ, പ്രതാപന്റെ PA ആണെന്ന് കരുതി എന്തും ചെയ്യാമെന്നുള്ളൊരു വിചാരം രാജുവിനുണ്ടോ? എന്താടാ, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് അംബിക ദേഷ്യത്തോടെ ചോദിക്കുമ്പോൾ
ശബ്ദം കേട്ടുകൊണ്ട് ദേഷ്യത്തോടെ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുകയാണ് സരസ്വതി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.